നമസ്കാരം, ഏവർക്കും ലിലു പ്രേംസ് കോർണറിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് ദ എന്ന അക്ഷരം 2 വരയിൽ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് ദ എന്ന അക്ഷരം വെച്ചുള്ള ഒരു ചെറിയൊരു ഗാനം നോക്കാം. ദ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുന്നത്? 2 വരയിൽ താഴത്തെ ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മുകളിലത്തെ ലൈൻ ടച്ച് ചെയ്ത് വളഞ്ഞു വന്ന് വീണ്ടും താഴോട്ട് ഇങ്ങനെ വരണം. ദ ദ ഇതാണ് ദ എന്ന അക്ഷരം. ഓക്കെ, ഇനി ദ വച്ചുള്ളൊരു ഗാനം തുടങ്ങിയാലോ? ഈ ദിവസത്തിനായി ദൈവത്തോട് പ്രാർത്ഥിച്ചിടുക സോദരരെ, ഈ ദിവസത്തിനായി ദൈവത്തോട് പ്രാർത്ഥിച്ചിടുക സോദരരെ. ദാരിദ്ര്യത്താൽ ദരിദ്രരായർക്കായി പ്രവർത്തിച്ചിടുക സോദരരെ, ദാരിദ്ര്യത്താൽ ദരിദ്രനായർക്കായി പ്രവർത്തിച്ചിടുക സോദരരെ. ദാരുണമായ കുറ്റങ്ങൾക്ക് നിദാനമായോർക്കേകിടേണം കടുത്ത ശിക്ഷാ നിർദാക്ഷിണ്യം, ദാരുണമായ കുറ്റങ്ങൾക്ക് നിദാനമായോർക്കേകിടേണം കടുത്ത ശിക്ഷാ നിർദാക്ഷിണ്യം. ദീർഘദൂരം ദേശാടനം ചെയ്ത സോദരരുടെ ദാഹമകറ്റാൻ ദാഹജലം നൽകിയിടാം, ദീർഘദൂരം ദേശാടനം ചെയ്ത സോദരരുടെ ദാഹമകറ്റാൻ ദാഹജലം നൽകിയിടാം. ദിശ നോക്കി ദീപം തെളിച്ച് പൂജകൾ ചെയ്തിടാം, ദിശ നോക്കി ദീപം തെളിച്ച് പൂജകൾ ചെയ്തിടാം. ദുഃഖം ദേഷ്യം എന്നിവയകറ്റാൻ ദശാംശങ്ങൾ നൽകിയിടാം, ദുഃഖം ദേഷ്യം എന്നിവയകറ്റാൻ ദശാംശങ്ങൾ നൽകിയിടാം. ദാനധർമാദികൾ ചെയ്തിടാൻ ദയയുണ്ടാകേണം, ദാനധർമാദികൾ ചെയ്തിടാൻ ദയയുണ്ടാകേണം. ദന്തം കൊണ്ട് ദോശ ചവച്ചരച്ചാൽ ദഹനം സുഗമമാക്കാം, ദന്തം കൊണ്ട് ദോശ ചവച്ചരച്ചാൽ ദഹനം സുഗമമാക്കാം. ദന്ത സംരക്ഷണത്തിനായി ദന്താശുപത്രിയിലെ ദന്ത ഡോക്ടറെ കാണാം, ദന്ത സംരക്ഷണത്തിനായി ദന്താശുപത്രിയിലെ ദന്ത ഡോക്ടറെ കാണാം. ദുഃഖം ദേഷ്യം എന്നിവയകറ്റാൻ ദശാംശങ്ങൾ ചെയ്തിടാം, ദുഃഖം ദേഷ്യം എന്നിവയകറ്റാൻ ദശാംശങ്ങൾ നൽകിയിടാം. ദുരന്ത വാർത്തകൾ കേൾക്കാതിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിടാം, ദുരന്ത വാർത്തകൾ കേൾക്കാതിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിടാം. ദിനവും പ്രാർത്ഥിച്ചിടണം, നമ്മൾ ദിനവും പ്രാർത്ഥിച്ചിടണം. ഓക്കെ, ഈ ഇങ്ങനെയുള്ള പാട്ട് ഇടുന്നതിൻ്റെ ഉദ്ദേശം തന്നെ കുറേ വേർഡിങ്സ് കുട്ടികൾ പഠിക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. അല്ലാതെ എനിക്ക് പാട്ട് പാടാനുള്ള കഴിവൊന്നുമില്ല. പിന്നെ എഴുതുന്നു, കുട്ടികൾക്ക് വേണ്ടി എഴുതുന്നു, അത് പ്രസൻറ്റ് ചെയ്യുന്നു. അപ്പം എല്ലാവരും ഇത് കേൾക്കുക. പിന്നെ ചില വാക്കുകളുടെ മീനിങ്സ് ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ്, ഈ ദിവസത്തിനായി ദൈവത്തോട് പ്രാർത്ഥിച്ചിടുക സോദരരെ. ഈ ദിവസം ഇന്നത്തെ ദിവസത്തിന് വേണ്ടി, ഇന്നത്തെ ദിവസം നമുക്ക് ദൈവം തന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് പ്രാർത്ഥിക്കണം. സോദരർ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ എന്നാണ് അർത്ഥം. അത് മാത്രമല്ല, ദാരിദ്ര്യത്താൽ, ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഒന്നും കഴിക്കാനില്ലാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം, ഒന്നുമില്ലാത്ത ഒരവസ്ഥയാണ് ദാരിദ്ര്യം. അപ്പം ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് ദരിദ്രർ എന്ന് പറയുന്നത്. അപ്പം ദാരിദ്ര്യം അനുഭവിക്കുന്ന ദരിദ്രർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രവർത്തിച്ചിടണം സോദരരെ. സോദരൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു സഹോദരങ്ങൾ എന്നാണ് സോദരൻ എന്ന അർത്ഥം. ദാരുണമായ കുറ്റങ്ങൾക്ക്, അതായത് ഭയങ്കരമായ കുറ്റങ്ങൾ ചെയ്യുന്നവർക്ക് എന്ത് കൊടുക്കണം? കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം. നിർദാക്ഷിണ്യം, കടുത്ത ശിക്ഷ നൽകിയിടണം. നിർദാക്ഷിണ്യം, നിദാനമായവർ എന്ന് പറഞ്ഞാൽ കാരണമായവർ എന്നാണ് അർത്ഥം. അപ്പം ദാരുണമായ കുറ്റങ്ങൾ ചെയ്യുന്നവർ, അതിന് കാരണമായവർക്ക് കടുത്ത ശിക്ഷ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ദയയും കൂടാതെ അവർക്ക് ആ ശിക്ഷ കൊടുക്കണം. പിന്നെന്തുവാ? ദീർഘദൂരം ദേശാടനം ചെയ്ത, അതായത് വളരെ ദൂരം. ദേശാടനം എന്ന് പറഞ്ഞാൽ പല ദേശങ്ങൾ സഞ്ചരിക്കുന്ന ദേശാടനം എന്ന് പറയുന്നത് അല്ലേ? പല പല നാടുകൾ സഞ്ചരിച്ച് വരുന്നവർ. ദേശാടനം, പക്ഷികളെന്നൊക്കെ പറഞ്ഞു കേട്ടില്ല, അത് പക്ഷികളെ കുറിച്ചാണ് പറയുന്നത്. ദേശാടനം എന്ന് പറഞ്ഞാൽ നാടുകൾ തോറും യാത്ര ചെയ്യുന്നവർ, അതാണ് ദേശാടനം. അപ്പോൾ ദേശാടനം യാത്ര ചെയ്യുന്നത് തന്നെയാണ് ദേശാടനം എന്ന് പറയുന്നത്. അപ്പം
ദീർഘദൂരം വളരെ ദൂരം യാത്ര ചെയ്തു വരുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? ദാഹം അകറ്റാൻ വേണ്ടി ദാഹജലം കുടിക്കാനായിട്ട് വെള്ളം കൊടുക്കണമെന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ എന്താണ്? നമ്മളെ ദുഃഖം, ദേഷ്യം എന്നിവ അകറ്റാൻ. ദുഃഖം എന്ന് പറഞ്ഞാൽ സങ്കടം, ദേഷ്യം എന്ന് പറഞ്ഞാൽ കോപം. ഇതൊന്നും കോപമൊന്നും നമുക്ക് ആവശ്യമില്ല. സങ്കടമൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകും, പക്ഷെ അതൊക്കെ തരണം ചെയ്യണം. അപ്പോൾ അതിനൊക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് ദശാംശം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളതിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കുക കേട്ടോ. അതുപോലെ ദാനധർമാദികളെന്ന് പറഞ്ഞാലും നമ്മൾ ദാനം ചെയ്യുന്നതാണ്. നമുക്കുള്ളതിൽ നിന്ന് കൊടുക്കുക എന്നുള്ളത് ദാനധർമാദികൾ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെന്താണ് പറയുന്നത്? ദന്തം കൊണ്ട് ദോശ ചവച്ചരച്ചാൽ ദഹനം സുഗമമാക്കാം. ദന്തം എന്ന് പറഞ്ഞാൽ പല്ലുകൾ കൊണ്ട് നമ്മൾ ഫുഡ് ദോശ എന്ന് പറഞ്ഞാൽ ദാവച്ചുള്ളവർ ആയതുകൊണ്ടാണ് ദോശ അവിടെ പറഞ്ഞത്. പിന്നെ ദന്തം കൊണ്ട് ദോശ ചവച്ചരച്ചാൽ, പല്ലുകൾ കൊണ്ട് നമ്മൾ ഭക്ഷണം ചവച്ചിറക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്? ദഹനം, നമ്മുടെ ഡൈജഷൻ വളരെ സുഗമമായിട്ട് വളരെ നല്ലതായിട്ട് നടക്കും. അതുപോലെ ദന്ത സംരക്ഷണത്തിനായി നമുക്ക് ആരെയെ കാണേണ്ടത്? ദന്താശുപത്രി എന്ന് പറഞ്ഞാൽ പല്ലിൻ്റെ ആശുപത്രി, ദന്താശുപത്രി കേട്ടോ. അവിടെ ആരെയെ നമ്മൾ കാണേണ്ടത്? ദന്ത ഡോക്ടറെ കാണാം. നമ്മുടെ പല്ലിന് കേടുവന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ ആരെയെ കാണേണ്ടത്? ദന്താശുപത്രിയിൽ പോകണം. പല്ലിൻ്റെ പ്രശ്നങ്ങൾക്ക് നമ്മൾ സാധാരണ ഹോസ്പിറ്റലിൽ പോകേണ്ടത് പല്ലിൻ്റെ ആശുപത്രിയിൽ തന്നെ പോകണം. അതാണ് ദന്താശുപത്രി. ദന്താശുപത്രിയിൽ പോയി ആരെയെ കാണേണ്ടത്? ദന്ത ഡോക്ടറെ കാണണം. ഓക്കെ. നമ്മൾ ദാരുണമായ വാർത്തകൾ കേൾക്കാതിരിക്കാൻ, അതായത് ദാരുണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് സങ്കടപ്പെടുന്ന വാർത്തകൾ അല്ലേ, കേൾക്കാൻ ഇഷ്ടമില്ലാത്ത അശുഭ വാർത്തകൾ കേൾക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കേൾക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് നമ്മളെന്നും പ്രാർത്ഥിക്കണം. ദിനവും പ്രാർത്ഥിക്കണം. ദിനവും എന്ന് പറഞ്ഞാൽ നിത്യവും ദിവസവും പ്രാർത്ഥിക്കണം. നമ്മൾ ഒരിക്കൽ മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഒന്നും മോശമായിട്ടുള്ളത് വരാതിരിക്കാനും നമ്മൾ നല്ലതോടെ ഇരിക്കുവാൻ നമ്മൾ ആരോട് പ്രാർത്ഥിക്കണം? ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ പാട്ട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടെ പറയുകയാണ്, ഇങ്ങനെ ഇടുന്നതിൻ്റെ ഉദ്ദേശം തന്നെ കുറേ വാക്കുകൾ വച്ചുള്ള ഇപ്പോൾ എന്ന അക്ഷരം വെച്ച് കുറച്ച് വാക്കുകൾ ഇതിൽ നിന്ന് ലഭിച്ചില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത്. അപ്പോൾ എല്ലാവരും കാണുകയും കേൾക്കുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക. ഓക്കെ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.